യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും നിലവിൽ ലോകരാഷ്ട്രങ്ങളെയാകെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അത്തരത്തിൽ ഞെട്ടിച്ച ഒരു നടപടിയായിരുന്നു യുഎൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നുള്ള യുഎസിന്റെ പടിയിറക്കം. അമേരിക്കയുടെ ഈ നടപടി യുഎന്നിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ ഇപ്പോൾ ഇസ്രയേൽ നടപടി അത്രമേൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അമേരിക്കയ്ക്ക് തൊട്ടുപിന്നാലെ യുഎൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്ന് ഇസ്രയേലും പടിയിറങ്ങി. കൗൺസിലിൽ നിന്ന് പുറത്തു പോകുന്നതായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറാണ് പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള കൗൺസിലാണ് യുഎൻ മനുഷ്യാവകാശ കൗൺസിൽ. ഇസ്രയേലിന്റെ പെട്ടെന്നുള്ള കൊഴിഞ്ഞുപോക്ക് കൗൺസിലിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സമിതിയിൽ ഇസ്രയേലിന് നിരീക്ഷക രാഷ്ട്ര പദവിയാണുള്ളതെന്നും അതിനാൽ ഔദ്യോഗികമായി പിന്മാറാൻ കഴിയില്ലെന്നും വക്താവ് പാസ്കൽ സിം ഇസ്രയേലിന്റെ തീരുമാനത്തിന് മറുപടി നൽകി. പക്ഷേ തങ്ങളുടെ നീക്കം ശരിയായ ദിശയിലേക്കാണെന്നാണ് ഇസ്രയേലിന്റെ ഇപ്പോഴുമുള്ള നിലപാട്. കൗൺസിലിൽ നിന്നും പടിയിറങ്ങാനുള്ള യുഎസ് തീരുമാനത്തെ ഇസ്രയേൽ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം യുഎൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും ഇറങ്ങാനുള്ള കാരണമായി ഇസ്രയേൽ പറയുന്നത് മറ്റൊന്നാണ്. കൗൺസിൽ പരമ്പരാഗതമായി മനുഷ്യാവകാശ ലംഘനം നടത്തുന്നവരെ സംരക്ഷിക്കുകയും പകരം മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനെ പൈശാചികമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ആരോപിച്ചു. അതായത് മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതിലും ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിലുമാണ് ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇസ്രയേലിനെതിരായ വിവേചനം ഇതിൽ നിന്നൊക്കെ വ്യക്തമാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രയേലിനെ സംഘടന എപ്പോഴും താഴ്ത്തിക്കെട്ടി 100-ലധികം അപലപനീയ പ്രമേയങ്ങൾ രാജ്യത്തിനെതിരെ പാസ്സായിട്ടുണ്ടെന്നുമൊക്കെ പടിയിറക്കത്തിന് കാരണമായിട്ടുണ്ട്. കൗൺസിലിൽ ഇതുവരെ പാസാക്കിയ എല്ലാ പ്രമേയങ്ങളുടെയും 20% അധികമാണിത്. ഇറാൻ, ക്യൂബ, ഉത്തര കൊറിയ, വെനിസ്വേല എന്നിവയ്ക്കൊക്കെ എതിരെ പാസാക്കിയിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപാട് കൂടുതലാണിത്. ഇസ്രയേൽ ഇനിയും ഈ വിവേചനം അംഗീകരിക്കില്ലെന്നും ഗിഡിയൻ സാർ കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെയാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. മാത്രമല്ല ഗാസ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുമായി ഇസ്രയേലിന്റെ ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് പലസ്തീൻ എൻക്ലേവിലെ ഇസ്രയേലിന്റെ സൈനിക നടപടികളെ ഐക്യരാഷ്ട്രസഭ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേലിന്റെ യുദ്ധരീതികൾ വംശഹത്യയുടെ സവിശേഷതകളായി പ്രകടിപ്പിച്ചതായ 2024 നവംബറിൽ യുഎൻ പ്രത്യേക സമിതിയുടെ റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ച ഒന്നാണ്. ഐക്യരാഷ്ട്രസഭയുമായി ഇതിനു മുൻപും പലതവണ ഇസ്രയേൽ കൊമ്പുകോർത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ തീരുമാനമാണ് ഇപ്പോൾ ഇസ്രയേൽ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാവി പ്രത്യാഘാതങ്ങൾ ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരും.